ഇന്ത്യ നിശബ്ദമായി ശക്തമായ ഒരു പുതിയ സൗഹൃദം കെട്ടിപ്പടുക്കുകയാണ്. അത് ലോകമെമ്പാടും ആശ്ചര്യത്തോടു കൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. യൂറോപ്പിലെ ഒരു ചെറിയ കരയാൽ ചുറ്റപ്പെട്ട രാജ്യമായ അർമേനിയയുമായാണ് ഈ ബന്ധം. മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കായ അർമേനിയയുമായുള്ള ഒരു വ്യാപാര പങ്കാളിത്തമായി ആരംഭിച്ചത് വളരെ വലിയ ഒന്നായി വളർന്നു. ഇന്ത്യ ഇപ്പോൾ അർമേനിയയുടെ മുൻനിര ആയുധ വിതരണക്കാരാണ്. എന്നാൽ ഇത് വെറും ബിസിനസ്സിനെ കുറിച്ചുള്ളത് മാത്രമല്ല താനും. പാകിസ്ഥാനുമായുള്ള സമീപകാല സംഘർഷത്തിന് ശേഷം ഇന്ത്യ ഒരു ധീരവും തന്ത്രപരവുമായ നീക്കങ്ങളാണ് നടത്തുന്നത്. ഉപരിതല വായു മിസൈലുകൾ മുതൽ റോക്കറ്റ് ലോഞ്ചറുകൾ, ആർട്ടിലറി സംവിധാനങ്ങൾ വരെ വിവിധ ആയുധങ്ങൾ ഇന്ത്യ വേഗത്തിൽ തന്നെ അർമേനിയയിലേക്ക് അയക്കുന്നു. എന്തിനാണിത്? ഉത്തരം രണ്ട് രാജ്യങ്ങളിലാണ്, തുർക്കിയിലും അസർബൈജാനിലുമാണ്. ഈ രാജ്യങ്ങൾ പാകിസ്ഥാനെ സംഘർഷത്തിൽ പിന്തുണച്ചു. ഇവർ രണ്ടുപേരും അർമേനിയയുടെ പഴയ ശത്രുക്കളാണ്. അർമേനിയയെ ആയുധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഈ മൂന്ന് രാജ്യങ്ങൾക്ക്, പാകിസ്ഥാൻ, തുർക്കി, അസർബൈജാൻ എന്നീ ത്രിരാഷ്ട്ര സഖ്യത്തിന് ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നു: ഏത് വെല്ലുവിളിക്കും തയ്യാറാണെന്ന്. സ്റ്റേക്കുകൾ വളരെ ഉയർന്നതാണ്. തുർക്കിയും അസർബൈജാനും പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചു, ആയുധങ്ങൾ വരെ നൽകി. അതിനാൽ ഇന്ത്യ തിരിച്ചടിക്കുകയാണ്, അർമേനിയയുടെ പ്രതിരോധം ശക്തിപ്പെടുത്തിക്കൊണ്ട്. ഇന്ത്യയുടെ ആകാശ് മിസൈലുകളുടെ രണ്ടാം ബാച്ച്, ഹോവിറ്റ്സർ തോക്കുകൾ, പിനാക റോക്കറ്റ് സംവിധാനങ്ങൾ എന്നിവ അർമേനിയയിലേക്ക് എത്തുന്നുണ്ട്. ഇത് വെറും ഒരു പ്രതീകാത്മക നീക്കമല്ല, അസർബൈജാനുമായുള്ള ദീർഘകാല സംഘർഷത്തിൽ അർമേനിയയുടെ സൈനിക സന്തുലനം മാറ്റിമറിക്കാനുള്ള ഒരു കരുതലുള്ള തന്ത്രപരമായ നീക്കം തന്നെയാണ്. നേരത്തെ അർമേനിയ റഷ്യയെ ആയുധങ്ങൾക്കായി ആശ്രയിച്ചിരുന്നു. പക്ഷേ റഷ്യ യുക്രൈനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അർമേനിയ നിശബ്ദമായി ഇന്ത്യയിലേക്ക് തിരിഞ്ഞു. ഇന്ത്യയുടെ നീക്കം വെറും ആയുധ വിതരണമല്ല, ഇതൊരു ശക്തി പ്രദർശനമാണ്, മറ്റൊരു ശക്തമായ സന്ദേശമാണ്. പാകിസ്ഥാൻ, തുർക്കി, അസർബൈജാൻ എന്നിവയോട് ഇന്ത്യ പറയുന്നു: നിങ്ങളൊരു വിഭാഗത്തെ ആയുധങ്ങൾ സജ്ജരാക്കുന്നെങ്കിൽ ഞങ്ങൾ മറുഭാഗത്തെ സജ്ജമാക്കും. എന്നാൽ ഇന്ത്യയുടെ പ്രതികരണം യുദ്ധഭൂമിയിൽ മാത്രമല്ല. തുർക്കിയെ സാമ്പത്തികമായി തടയുകയാണ് ഇന്ത്യ. തുർക്കിയുടെ സെലബി എന്ന കമ്പനിയെ ഇന്ത്യൻ വിമാനത്താവളത്തിൽ നിന്നും നിരോധിച്ചു. ഇന്ത്യക്കാർ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും യാത്രകൾ റദ്ദാക്കുന്നു. ബിസിനസ്സുകളും ഉപഭോക്താക്കളും ഈ രാജ്യത്തെ ഒഴിവാക്കുന്നു. ഇത് സാമ്പത്തിക നയതന്ത്രമാണ്, അത് ശക്തവുമാണ്. അതേസമയം ഇന്ത്യ അർമേനിയയെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാക്കുന്നുണ്ട്. ഇന്ത്യ യൂറോപ്പ് ബന്ധിപ്പിക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിൽ ഇന്ത്യ നിക്ഷേപിക്കുന്നു. ഈ വ്യാപാരപാത ഇറാനിലൂടെയും അർമേനിയയിലൂടെയും കടന്നു പോകുന്നു. തുർക്കിയും അസർബൈജാനും ഇതിൽ ഉൾപ്പെടുന്നുമില്ല. അതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അർമേനിയയുടെ ക്രോസ് റോഡ്സ് ഫോർ പീസ് പദ്ധതിയും ഇതിനോട് ചേർന്നു പോകുന്നുണ്ട്. ഈ പദ്ധതി അർമേനിയയെ അയൽ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നുമുണ്ട്. റോഡുകളും റെയിൽവേകളും മാത്രമല്ല, ഇത് സ്വാധീനവും പ്രവേശനവുമാണ്. അർമേനിയയെ സൈനികമായും സാമ്പത്തികമായും പിന്തുണച്ച് ഇന്ത്യ യൂറേഷ്യയിൽ തൻ്റെ സ്ഥാനം ശക്തമാക്കുന്നു. പുതിയ സഖ്യങ്ങൾ, വ്യാപാര പാതകൾ, ശത്രുക്കളെ പാകിസ്ഥാൻ, തുർക്കി, അസർബൈജാൻ നിയന്ത്രണത്തിലാക്കൽ ഇത് വെറും സൗഹൃദമല്ല, ഇതൊരു തന്ത്രപരമായ ചെസ്സ് കളിയാണ്. ഇന്ത്യ വിജയിക്കാൻ കളിക്കുന്നു എന്ന് മാത്രം.